നമസ്കാരം. അങ്ങനെ CMRL കമ്പനി ഉടമ ശശിധരൻ ഖർത്തയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് വീണ വിജയന് പണം നൽകിയത് എന്തെങ്കിലും സേവനം വീണയിൽ നിന്ന് ലഭിച്ചതിൻ്റെ പേരിലല്ല, പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് ആ പണം എക്സാലോജിക്കിനും വീണയ്ക്കും കൊടുത്തത് എന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ, അതായത് രാഷ്ട്രീയ ബോധ്യമുള്ള സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾ സംശയിച്ചിരുന്നത് സത്യമായിരിക്കുകയാണ്. പിണറായി വിജയന് കൊടുക്കേണ്ട കൈക്കൂലി മകൾക്ക് കൊടുത്തു, അതാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും അയാൾ പ്രതിപക്ഷ നേതാവായി തുടരുകയാണ്. ഇതിലേറ്റവും ഭയാനകമായൊരു കാര്യം എന്താണെന്നറിയോ? ഈ ശശിധരൻ ഖർത്തയുടെ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നമേ, അതായത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കൊക്കെ മുന്നമേ അറിയാമായിരുന്നു പിണറായിക്ക് വേണ്ടിയാണ് പണം കൊടുത്തതെന്നുള്ളത്. പക്ഷേ ഈ മൊഴി എന്ന ശശിധരൻ ഖർത്ത കൊടുത്തതെന്നറിയോ? 2024 ഏപ്രിൽ 24, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. നമ്മളിൽ ആരെങ്കിലും ഈ ഒരു വിവരം അറിഞ്ഞിരുന്നോ? അതായത് ഏറ്റവും ചുരുങ്ങിയത് BJP നേതാക്കളെങ്കിലും പൊതുസമൂഹത്തോട് ഇത് വിളിച്ചു പറഞ്ഞോ? ആലോചിച്ച് നോക്കി. ഈ ഒരു വിഷയം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കാര്യത്തിലായിരുന്നു സംഭവിച്ചതെങ്കിൽ, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മൊഴി കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെ ആയിരുന്നെങ്കിൽ ആ ദിവസം തന്നെ മാധ്യമങ്ങളിലേക്ക് അതെത്തിയാനെ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ പോയനെ. അപ്പോൾ വളരെ വ്യക്തമാണ് കേന്ദ്ര സർക്കാരും പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുകളി. അവർക്ക് ഈ ഒരു വിഷയം അവർ നൈസായിട്ട് സൈലൻ്റാക്കി വെച്ചു. കാരണം വീണ്ടും പിണറായി തന്നെ മുഖ്യമന്ത്രി ആവാനാണ് അവർ ആഗ്രഹിച്ചത്. ഇതുതന്നെയല്ലേ 2021 ഇലക്ഷന് മുമ്പും സംഭവിച്ചത്? സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും അതറിഞ്ഞോ? നൈസായിട്ട് ഇവരതങ്ങ് ഒതുക്കി വെച്ചു. കാരണം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവണമെന്നാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചത്. ഇവർക്കൊക്കെ ഒരു തരിമ്പ് പ്രതിബദ്ധത ജനങ്ങളോടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ത് നേട്ടത്തിൻ്റെ പേരിലാണ് ഇതുപോലുള്ള ആളുകളെയൊക്കെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? വെറും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയോ? ശരിക്കും പുച്ഛം തോന്നുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്, ഇപ്പോൾ മന്ത്രിയായ, ഇപ്പോഴും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്, മന്ത്രിയുമാണ്, OJ ജനീഷിനോടാണ്. നിങ്ങൾക്കൊക്കെ ഒരു തരിമ്പെങ്കിലും പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ജനങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ സമരത്തിന് ഇറങ്ങിത്തിരിക്കണം. ഇനി ഒരു നിമിഷം പോലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരാൻ അർഹനല്ല. അതോ ഇനിയും പാറ്റകൾ, അതായത് ഡൽഹിയിൽ സംഭവിച്ചതുപോലെ തന്നെ ആ വിദ്യാഭ്യാസ മന്ത്രി ഇറക്കാൻ പാറ്റകൾ വന്നതുപോലെ, CJP ഇറങ്ങിയതുപോലെ ഇവിടെയും പാറ്റകൾ വരണോ? അവരെ കൊണ്ടുവരണോ പിണറായി വിജയനെതിരെ സമരം നടത്താൻ? നിങ്ങൾക്ക് ഒരു തരിമ്പെങ്കിലും ആർജവമുണ്ടെങ്കിൽ ശക്തമായ സമരം, യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരം അഴിച്ചുവിടണം. ഇനിയും അയാൾ പ്രതിപക്ഷ നേതാവായി തുടരുന്നത് ഈ നാടിന് അപമാനകരമാണ്. അയാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇനിയെങ്കിലും ശക്തമായ സമരം, പാറ്റകളുടെ സമരം കണ്ടിട്ടെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നി, ഒരു ഊർജം തോന്നിയിട്ട് ശക്തമായ സമരം നിങ്ങൾ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വസതിക്ക് മുന്നിൽ ശക്തമായ സമരം നിങ്ങൾ നടത്തണം. അയാളെ ഇനി പ്രതിപക്ഷ നേതാവായി തുടരാൻ അനുവദിക്കരുത്. അത് ഈ നാടിന് അപമാനകരമാണ്. വളരെ വ്യക്തമായ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്, വളരെ വ്യക്തമായ അഴിമതി. ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ ഈ നാടിന് ഇനി ആവില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, ഒറ്റക്കെട്ടായി പിണറായിയുടെ രാജി ആവശ്യപ്പെടണം. അതിനുള്ള സമയമാണ്. യൂത്ത് കോൺഗ്രസ് അതിന് ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മ, പാറ്റകളെപ്പോലെ മറ്റൊരു കൂട്ടായ്മ കേരളത്തിലുമുണ്ടാവും. യൂത്ത് കോൺഗ്രസ് അപ്രസക്തമാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ സമരത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ OJ ജനീഷ് ആഹ്വാനം ചെയ്യണം. താങ്ക് യു.